ഗാസയിൽ വീണ്ടും ആക്രമണം, 5 പേർ കൊല്ലപ്പെട്ടു. സബ്രയിൽ ജനവാസ മേഖലയിലാണ് ആക്രമണമുണ്ടായത്. അതേസമയം ലെബനനിൽ സ്ഫോടനങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 20ആയി. 450 പേർക്ക് പരിക്കേറ്റു. ഹിസ്ബുള്ളയും ഇസ്രയേലും സംയമനം പാലിക്കണമെന്ന് UN ആവശ്യപ്പെട്ടു. നിലവിലെ സാഹചര്യം ചർച്ച ചെയ്യാൻ UN രക്ഷാസമിതി നാളെ യോഗം ചേരും. ഐസൺ ജോസ് ചേരുകയാണ്. ഐസൺ, പേജറിന് പിന്നാലെ വോക്കി ടോക്കി, ഇപ്പോൾ നേരിട്ടുള്ള ആക്രമണവും. മൊസാദ് സജീവമാണ് അല്ലെ? മുന്നറിയിപ്പ് വ്യക്തവും. തീർച്ചയായും പ്രദീപ്, നേരിട്ടുള്ള ഒരു ആക്രമണം എന്ന് പറയുന്നത് നേരത്തെ ലെബനനിന് നേരെയാണ് ഇത്തരത്തിലുള്ള ഒരു ഷേഡോ ആക്രമണങ്ങൾ നടന്നതെങ്കിൽ ഇപ്പോൾ ഗാസയിലാണ് മറ്റു ആക്രമണം നടന്നത് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നത്. നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുപോലെ ഇന്നലെ രാത്രി തന്നെ വന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ വാക്കി ടോക്കികൾ, അതായത് വലിയ കെട്ടിടങ്ങളിലെല്ലാം ഉപയോഗിക്കുന്ന റേഡിയോ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന വാക്കി ടോക്കികളാണ് പൊട്ടിത്തെറിക്കുന്നത്. അതുപോലെ തന്നെ ചില സോളാർ പാനലുകളുടെ അനുബന്ധമായ ബാറ്ററികളും പൊട്ടിത്തെറിച്ചു എന്ന വിവരങ്ങളും എല്ലാം തന്നെ ലഭ്യമാകുന്നുണ്ട്. ഏത് രീതിയിലുള്ള ഒരു യുദ്ധമാണ് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ഒരു ആക്രമണമാണ് പ്ലാൻ ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ പോലും സാധിക്കാത്ത അത്ര രീതിയിലുള്ള ഒരു നീക്കമാണ് മൊസാദിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നത് ഗൗരവതരമായി ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് എന്ന് അന്താരാഷ്ട്ര നിരീക്ഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് അന്റോണിയോ ഗുട്ടറസ് കർശനമായ നിലപാട് മുന്നോട്ട് വയ്ക്കുകയും സംയമനം പാലിക്കണമെന്ന ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഹിസ്ബുള്ളയുടെ ശക്തമായ ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടായിരുന്നു. നമുക്കറിയാവുന്നതാണ്, ഹമാസ് ഈ നിലവിലെ സാഹചര്യത്തിൽ ചർച്ചകളിലേക്ക് നീങ്ങിയ ഒരു പശ്ചാത്തലമാണ്. അതായത് ഹമാസ്, ഈജിപ്തും അതുപോലെ തന്നെ ഖത്തറും ചേർന്ന് ഹമാസിനെ ഈ പ്രശ്നങ്ങളിൽ നിന്നും ഒഴിവാക്കുന്നതിനും അതുപോലെ തന്നെ ഇസ്രായേലുമായുള്ള സംഘർഷം ഒഴിവാക്കുന്നതിനുമുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഹമാസ് നേരിട്ട് യുദ്ധത്തിലേക്കോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിലേക്കോ വരുത്താത്ത ഒരു പശ്ചാത്തലം കൂടി നിലനിൽക്കുമ്പോഴാണ് ഹിസ്ബുള്ളയും ഹൂതി വിമതരും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള ഒരു മുന്നേറ്റവുമായി അല്ലെങ്കിൽ ഒരു ഒരുക്കവുമായി വന്നത്. ഇതിനെതിരെ ഒരു നീക്കമാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ പേജർ പൊട്ടിത്തെറിച്ചതും ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയോടൊക്കെ ഉണ്ടായ ഈ വാക്കി ടോക്കികളുടെയും അതുപോലെ തന്നെ സോളാർ പാനലിന്റെ അനുബന്ധ ഉപകരണങ്ങളും പൊട്ടിത്തെറിക്കുമ്പോൾ ഇതിനെ സംബന്ധിച്ച് ഇസ്രായേലാണ് ഇതിനെ ആസൂത്രണം ചെയ്യുന്നത് എന്ന് ഹിസ്ബുള്ള പറയുന്നുണ്ടെങ്കിൽ കൂടി ഇത് സംബന്ധിച്ച മറുപടികളൊന്നും തന്നെ അല്ലെങ്കിൽ ഒരു കമന്റും ഇത് സംബന്ധിച്ച് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറെ ഗൗരവതരമായ നിരീക്ഷണമായി അന്താരാഷ്ട്ര നിരീക്ഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. തീർച്ചയായും ഇത്തരത്തിലൊരു പശ്ചാത്തലം നിലനിൽക്കുമ്പോൾ പശ്ചിമേഷ്യയിൽ സംഘർഷം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടാകുന്നത്. അതേസമയം ഗാസ സന്ദർശിക്കാതെ ആന്റണി ബ്ലിങ്കൻ ഈജിപ്ത് മാത്രം സന്ദർശിച്ച് ചില സമാധാന ചർച്ചകളിലേക്കെല്ലാം നീങ്ങി എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഗാസയെ ഇസ്രായേലിനെ ഒഴിവാക്കി അദ്ദേഹം തിരിച്ച് അമേരിക്കയിലേക്ക് തന്നെ പോകാനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 10 തവണയോളം ഈ പ്രദേശത്ത് പശ്ചിമേഷ്യയിൽ സന്ദർശിച്ച ആന്റണി ബ്ലിങ്കൻ ഇക്കാര്യത്തിൽ ഇത്തവണ എന്തുകൊണ്ടാണ് ഇസ്രായേൽ സന്ദർശനം ഒഴിവാക്കിയത് എന്ന് സംബന്ധിച്ചും ചില നിരീക്ഷണങ്ങളും അന്വേഷണങ്ങളും എല്ലാം തന്നെ നടക്കേണ്ടതുണ്ട്. മാത്രമല്ല, നേരത്തെ പ്രദീപ് സൂചിപ്പിച്ചതുപോലെ UN രക്ഷാസമിതിയുടെ യോഗം അടിയന്തരമായി നാളെ നടക്കുമെന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇസ്രായേൽ ഗാസ സംഘർഷവും അതുപോലെ തന്നെ ഹിസ്ബുള്ള, ഹൂതി, അതുപോലെ തന്നെ ഇസ്ലാമിക് ഗാർഡ് ഫോഴ്സസ് എന്നീ വിഭാഗങ്ങളുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നീക്കങ്ങൾ ശക്തമാകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. UN സുരക്ഷാ കൗൺസിൽ യോഗം ചേരുമ്പോൾ തീർച്ചയായും നേരത്തെ നമുക്കറിയാവുന്നതാണ്, മെഡിറ്ററേനിയനിൽ ശക്തമായ ഒരു പ്രതിരോധം സൃഷ്ടിക്കുന്നതിനെ അമേരിക്കയുടെയും അതുപോലെ തന്നെ ബ്രിട്ടന്റെയും പടക്കപ്പലുകൾ വിന്യസിച്ച ഒരു സാഹചര്യം ഒക്ടോബർ 7 മുതൽ, അതായത് ഈ ഹമാസിന്റെ ആക്രമണം ഉണ്ടായ സാഹചര്യം മുതലുണ്ടായിരുന്നു. ആ പ്രതിരോധ സംവിധാനങ്ങൾ എങ്ങനെ ശക്തിപ്പെടുത്തണം അല്ലെങ്കിൽ ഊർജിതപ്പെടുത്തണം എന്ന വിഷയം തന്നെയായിരിക്കും ഈ UN സെക്യൂരിറ്റി കൗൺസിൽ ചർച്ച ചെയ്യുക എന്നാണ് ഇപ്പോൾ നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത്. പ്രദീപ്, ശരി ഐസൺ, തുടർന്നുള്ള മണിക്കൂറുകളിൽ ഇതിന്റെ അപ്ഡേറ്റ്സ് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും വളരെ വ്യക്തമാണ് സന്ദേശം.